ആശയവിനിമയത്തിൻ്റെ പരിണാമഘട്ടങ്ങളിൽ ആദ്യത്തെ ഘട്ടം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത ഘട്ടങ്ങളിലേക്ക് അല്ലെങ്കിൽ അടുത്ത യുഗങ്ങളിലേക്ക് കടക്കാം. രണ്ടാമത്തേത് സംസാരത്തിൻ്റെയും ഭാഷയുടെയും യുഗം, ദി ഏജ് ഓഫ് സ്പീച്ച് ആൻഡ് ലാംഗ്വേജ്. മൃഗങ്ങളെയും മറ്റും അനുകരിച്ചുകൊണ്ട് മനുഷ്യർ വിവിധ തരത്തിലുള്ള ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുമായിരുന്നു. ഇത്തരത്തിൽ പുറപ്പെടുവിക്കുന്ന ശബ്ദങ്ങൾക്ക് പിന്നീട് അർത്ഥങ്ങളുണ്ടായി. അങ്ങനെ അർത്ഥവത്തായ വാക്കുകൾ രൂപപ്പെട്ടു. ഇത്തരം വാക്കുകൾ സംസാര ഭാഷ വികസിപ്പിച്ചെടുക്കാൻ സഹായകമായി. ഇത് വാചിക ആശയവിനിമയത്തിൻ്റെ പ്രാരംഭ രൂപമായാണ് പറയപ്പെടുന്നത്. വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ആശയവിനിമയത്തെയാണ് വാചിക ആശയവിനിമയം, വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഘട്ടത്തിൽ വികസിപ്പിച്ചെടുത്ത സംസാര ഭാഷയെ വാചിക ആശയവിനിമയത്തിൻ്റെ ഒരു അപരിഷ്കൃത രൂപമായാണ് കണക്കാക്കുന്നത്. In the second stage, speech and language had developed. Let's see how it happened. Early men started to imitate the sounds of animals. He also produced certain sounds associated with his feelings also. Gradually, these sounds began to acquire meanings. You know, the sounds like ooh, ouch, etc. These sounds began to be associated with pain. Thus, meaningful words were formed. These meaningful words finally helped to formulate the spoken language. എഴുത്തിൻ്റെ യുഗമാണ് അടുത്തത്. മനുഷ്യർ ഉപയോഗിച്ചിരുന്ന ചിഹ്നങ്ങൾ പിന്നീട് അക്ഷരങ്ങളായി രൂപാന്തരപ്പെട്ടു. മാത്രമല്ല, വ്യാകരണ സമ്പ്രദായവും നിലവിൽ വന്നു. ഇതിൻ്റെ ഫലമായി നിരവധി കയ്യെഴുത്ത് പ്രതികൾ തയ്യാറാക്കപ്പെട്ടു. പാപ്പിറസ് ചുരുളുകളിലും മൃഗത്തോലിലും പനയോലകളിലും മറ്റുമാണ് ഇത്തരത്തിലുള്ള കയ്യെഴുത്ത് പ്രതികൾ തയ്യാറാക്കിയിരുന്നത്. The next stage is the age of writing. At this stage, symbols slowly led to the development of individual letters. Grammar system also developed. As a result, manuscripts were produced, and these manuscripts were produced using papyrus, animal skins, palm leaves, etc. ഇനി അച്ചടിയുടെ യുഗത്തിലേക്ക് എങ്ങനെ എത്തിയെന്ന് നോക്കാം. ആദ്യകാല രചനകളെല്ലാം കയ്യെഴുത്ത് പ്രതികളായിരുന്നുവെന്ന് പറഞ്ഞുവല്ലോ. പിന്നീട് കയ്യെഴുത്ത് പ്രതികൾക്ക് ആവശ്യക്കാരേറി. പകർത്തിയെഴുതൽ കൂടുതൽ ചെലവേറിയതായിരുന്നു. മാത്രമല്ല, ഒരുപാട് സമയവും ഇതിനായി ചെലവഴിക്കേണ്ടി വന്നു. ഇതോടെ കല്ലിൻ്റെയും മരത്തിൻ്റെയും അച്ച് ഉപയോഗിച്ചുള്ള അച്ചടി ആരംഭിച്ചു. മറയച്ചുകൊണ്ട് അച്ചടിക്കുന്ന വിദ്യ ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലായി കാണില്ല. മരപ്പലകകളിൽ ഓരോ അക്ഷരവും കൊത്തിയെടുത്ത് ഈ അക്ഷരങ്ങളുടെ പുറത്ത് മഷി പുരട്ടി കടലാസിൽ പതിപ്പിക്കും. എളുപ്പത്തിൽ മനസ്സിലാകാനായി നമ്മൾ സീൽ ഉപയോഗിക്കുന്നത് പോലെ എന്ന് പറയാം. ഇങ്ങനെ ഒരു തവണ കൊത്തിയെടുത്ത അക്ഷരത്തിൽ മഷി പുരട്ടി ഒരുപാട് തവണ ഉപയോഗിക്കാനായി സാധിക്കും. മറയച്ചു ഉപയോഗിച്ച് ചൈനക്കാർ ആദ്യത്തെ പുസ്തകവും നിർമ്മിച്ചു. ഹീരക സൂത്ര അഥവാ ഡയമണ്ട് സൂത്ര എന്നായിരുന്നു പുസ്തകത്തിൻ്റെ പേര്. മരത്തിൽ കൊത്തിയ ബ്ലോക്ക് ഉപയോഗിച്ച് അച്ചടിക്കുന്നതിനാൽ ബ്ലോക്ക് പുസ്തകങ്ങൾ എന്നാണ് ഇവ അറിയപ്പെട്ടിരുന്നത്. അങ്ങനെ ലോകത്തിലെ തന്നെ ആദ്യത്തെ ബ്ലോക്ക് പ്രിന്റഡ് പുസ്തകമാണ് ഹീരക സൂത്ര. ഈ പേര് നിങ്ങളുടെ ഓർമ്മയിലുണ്ടായിരിക്കണം. ചൈനക്കാർ AD 868 ഇത് നിർമ്മിച്ചത്. During the fourth stage, printing using wooden blocks was started. You know how they had printed on wooden blocks?
Letters were carved on a piece of wood and then it was inked and pressed on a surface. A book itself was printed using these wooden blocks. It was named Hiraga Sutra or Diamond Sutra. So please remember this point. In 868 AD, the Chinese developed the first block printed book named Hiraga Sutra. ഇനി അവസാനത്തെ ഘട്ടത്തിലേക്ക് കടക്കാം. ബഹുജന ആശയവിനിമയത്തിൻ്റെ യുഗം. ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്ന ഘട്ടമാണിത്. ഒരു വലിയ ജനസമൂഹത്തോട് ഒരേ സമയം ഒരേ ആശയം പങ്കുവയ്ക്കാൻ ഈ യുഗത്തിൽ നമുക്ക് സാധിക്കുന്നു. അച്ചടി യന്ത്രത്തിൻ്റെ കണ്ടുപിടുത്തമാണ് ഇതിലേക്ക് വഴി തെളിച്ചത് എന്ന് നിസ്സംശയം പറയാം. ഇതിലേക്ക് വിശദമായി ഇപ്പോൾ കടക്കുന്നില്ല. ഗുട്ടൻബർഗിൻ്റെ അച്ചടി യന്ത്രത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അടുത്ത വീഡിയോയിലൂടെ മനസ്സിലാക്കാം. The last stage, the age of mass communication. In this age, paper was developed by Chinese. Printing press using movable types was invented by Johannes Gutenberg, and this marked the beginning of mass communication in the world. Now it's question time.